അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വീട്ടിൽ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ പരുവത്തിൽ ഇത് കുറുക്കിയെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അടച്ചു വെച്ച് ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കണം. ഇനി 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം പരുവത്തിൽ അത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ബീറ്റ് ചെയ്തെടുത്തത് ഒരു 10 മിനിറ്റ് വീണ്ടും ഫ്രീസറിലോട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൊക്കോ പൗഡറിൻ്റെ കൂട്ട് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേക്കിലൊക്കെ വിപ്പിംഗ് ഇടാൻ നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching.